അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും പരിശുദ്ധമായ 25ാമത്തെ നോമ്പിൻ്റെ സുദിനത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ 3ാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് ഇപ്രകാരമാണ്: اللهم اتقني من النار وادخلني الجنة يا رب العالمين. اللهم اتقني من النار وادخلني الجنة يا رب العالمين. അല്ലാഹുവേ, ഭയങ്കര കഠിനമായ നരകത്തിൻ്റെ തീ അഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ. കൂടാതെ നിന്റെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പ് അത് ഞങ്ങൾക്ക് തുറന്ന് നൽകണമേ എന്നതാണ് ഈ പരിശുദ്ധമായ വാചകത്തിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഇത് 3 തവണ നരകത്തെ തൊട്ട് 3 തവണ കാവൽ തേടുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നരകം പറയും: അല്ലാഹുവേ, ഈ വ്യക്തിയെ എൻ്റെ കത്തിയാളുന്ന ജഹന്നമിൽ നിന്ന് സംരക്ഷണം നൽകണമേ എന്ന്. കൂടാതെ സ്വർഗത്തെ നമ്മൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗവും ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിക്കും: അല്ലാഹുവേ, എന്നെയാണല്ലോ അവർ ചോദിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ അവർക്ക് എന്നെ നൽകണമേ എന്ന് തീർച്ചയായിട്ടും സ്വർഗവും മറുപടി പറയും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ 3ാമത്തെ പത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് ആവർത്തിക്കേണ്ട ദിക്റാണ് ഈ പറയപ്പെട്ട ദിക്ർ. കൂടാതെ അതിന് ഉപരിയായിട്ട് ലൈലത്തുൽ ഖദറിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയ ഒരു വാചകം കൂടി കൂട്ടിക്കൊടുക്കൽ വളരെ ശ്രേഷ്ഠമാണ്: അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താർത്ഥം? അല്ലാഹുവേ, മാപ്പ് നൽകാൻ നിനക്ക് ഇഷ്ടമാണ്, മാപ്പ് നീ നൽകുന്നവനാണ്, അതിനാൽ മാപ്പ് നീ എനിക്ക് നൽകണമേ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ പ്രസ്തുത ദിക്റെല്ലാം ഇനിയുള്ള നാളുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.